അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ദുആ ചെയ്യുമ്പോൾ കരച്ചിൽ വരുന്നവരുടെ 10 രഹസ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും ജീവിതത്തിൽ പല ആവശ്യങ്ങൾക്കും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. എന്നാൽ ചില ആളുകൾക്ക് ദുആ ചെയ്യുന്ന സമയത്ത് അനിയന്ത്രിതമായി കണ്ണീര് വരാറുണ്ട്. ചിലർ തഹജ്ജുദിൽ പ്രാർത്ഥിക്കുമ്പോൾ പൊട്ടിക്കരയുന്നു. മറ്റു ചിലർ പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ വിങ്ങിപ്പൊട്ടുന്നു. ഇത് വെറുമൊരു വൈകാരികമായ പ്രകടനമല്ല, മറിച്ച് ഒരാൾ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണിത്. എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ഇങ്ങനെ കരച്ചിൽ വരുന്നത്? അവരുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ 10 രഹസ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ഒന്നാമത്തെ രഹസ്യം ഹൃദയം മൃദുലമായിരിക്കുമെന്നതാണ്. ദുആ ചെയ്യുമ്പോൾ കരയുന്നവരുടെ ആദ്യത്തെ രഹസ്യം അവരുടെ ഹൃദയത്തിൻ്റെ മൃദുത്വമാണ്. ലോകത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ഹൃദയങ്ങൾ പലപ്പോഴും കടുത്തു പോകാറുണ്ട്. എന്നാൽ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന ഹൃദയമുള്ളവർ മഹാഭാഗ്യവാന്മാരാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങളും അനുഗ്രഹങ്ങളും കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം വിറക്കുകയും കണ്ണുകൾ നിറയുകയും ചെയ്യും. ഇത് ആ ഹൃദയത്തിൽ ഈമാൻ ജീവിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. രണ്ടാമത്തെ രഹസ്യം അള്ളാഹുവിനോടുള്ള അടുപ്പമാണ്. ഒരു കുഞ്ഞ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ്റെ മുന്നിൽ മാത്രമേ കരയുകയുള്ളൂ. അതുപോലെ അള്ളാഹുവുമായി ഹൃദയബന്ധം സ്ഥാപിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്ന് പൊട്ടിക്കരയാൻ കഴിയുകയുള്ളൂ. അള്ളാഹു തൻ്റെ ഏറ്റവും അടുത്ത അടിമകൾക്കാണ് ഈ അനുഗ്രഹം നൽകുന്നത്. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ കരയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവുമായി ഒരു പ്രത്യേക കണക്ഷനിൽ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം പാപങ്ങളെക്കുറിച്ച് ബോധമുള്ളവരാണ്. താൻ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് നല്ല ബോധമുള്ളവരാണ് ഈ കൂട്ടർ. അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ തൻ്റെ കുറവുകൾ അവർക്ക് ബോധ്യപ്പെടുന്നു. ആ കുറ്റബോധമാണ് കണ്ണുനീരായി പുറത്തേക്കൊഴുകുന്നത്. ഈ കുറ്റബോധം തന്നെയാണ് അവരെ കൂടുതൽ നന്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. നാലാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ കരുണയിലുള്ള പ്രതീക്ഷയാണ്. കരയുന്നവർക്കറിയാം തൻ്റെ പ്രയാസങ്ങൾ മാറ്റാൻ അള്ളാഹുവിനേക്കാൾ വലിയൊരു ശക്തി വേറെ ഇല്ല എന്ന്. ഞാൻ കരയുന്നത് കാണാനും എൻ്റെ കണ്ണുനീർ തുടക്കാനും അള്ളാഹു തയ്യാറാണെന്ന ഉറച്ച പ്രതീക്ഷ അവർക്കുണ്ട്. ഭയത്തേക്കാൾ ഉപരിയായി അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അവരെ കരയിക്കുന്നത്. അഞ്ചാമത്തെ രഹസ്യം നന്ദിയുള്ള മനസ്സാണ്. ദുആ ചെയ്യുമ്പോൾ പലരും ചോദിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. എന്നാൽ കരയുന്ന ആളുകൾ തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അള്ളാഹു തനിക്ക് ചെയ്ത വലിയ ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ നന്ദി സൂചകമായി അവരുടെ കണ്ണുകൾ നിറയുകയാണ്. നന്ദിയുള്ള ഹൃദയമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊരു അവസ്ഥ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ കാര്യം മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്നവർ. താൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ടാകുമെന്ന് ഇക്കൂട്ടർക്കറിയാം. സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രമല്ല, ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരാണ് ഇത്തരം ആളുകൾ. മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരുന്നവർക്ക് അള്ളാഹുവും കരുണ നൽകും. ഏഴാമത്തെ കാര്യം ആത്മാർത്ഥതയാണ്. ആരും കാണാൻ വേണ്ടിയല്ല, അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് ഇത്തരം ആളുകൾ. ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയ്ക്ക് മാത്രമേ ഇത്ര വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുകയുള്ളൂ. ഇഖ്ലാസ് ഉള്ളതുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്ന് തന്നെ പുറപ്പെടുന്നത്. എട്ടാമത്തെ അടയാളം അള്ളാഹുവിനോടുള്ള ഭയവും പ്രതീക്ഷയുമാണ്. സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ ഭയവും പ്രതീക്ഷയും ഒരുമിച്ചുണ്ടാകണം എന്നതാണ് റസൂലുള്ള പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും അവൻ്റെ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും ഒരുപോലെ ചേരുമ്പോൾ ഹൃദയം വിങ്ങിപ്പോവുകയാണ്. ഈ അവസ്ഥയാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണുനീരായിട്ട് മാറുന്നത്. 9 പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എന്നതാണ്. ഇതൊരു വലിയ രഹസ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിനെ ഓർത്ത് കണ്ണുനീർ പൊഴിക്കുന്നവൻ്റെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരുമെന്ന്. അവരുടെ പാപങ്ങൾ കരിയിലകൾ പോലെ കൊഴിഞ്ഞു പോവുകയാണ്. ദുആ ചെയ്യുന്ന സമയത്ത് കരയുന്നത് ഒരുതരം ആത്മീയ ശുദ്ധീകരണമാണ്. 10ാമത്തെ കാര്യം ദുആ പെട്ടെന്ന് സ്വീകരിക്കാനുള്ള സാധ്യതയാണ്. കണ്ണുനീർ ഒരു ശുഭലക്ഷണമാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാൻ അള്ളാഹുവിന് പ്രയാസമാണ്. ആത്മാർത്ഥമായ കണ്ണുനീർ കലർന്ന പ്രാർത്ഥനകൾ വേഗത്തിൽ സ്വീകരിക്കപ്പെടുമെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ്, അനുഗ്രഹമാണ്. എന്നാൽ
ചിലർ ചോദിക്കാറുണ്ട്, എനിക്ക് കരച്ചിൽ വരുന്നില്ലല്ലോ, അപ്പോൾ അള്ളാഹു എന്നെ സ്നേഹിക്കുന്നില്ലേ എന്നായിരിക്കും അവരുടെ സംശയം. എന്നാൽ നിങ്ങളും വിഷമിക്കേണ്ട. കരച്ചിൽ വരാത്തവർക്ക് ഹൃദയത്തിൽ ഭയവും വിനയവും കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. പ്രാർത്ഥനയുടെ വാക്കുകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുക. പതുക്കെ പതുക്കെ അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തെയും മയപ്പെടുത്തി തുടങ്ങും. പ്രാർത്ഥനകളിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. കൂടുതൽ അറിവുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇരുലോകത്തും വിജയിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.